വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDP-യുടെ പിന്തുണയെക്കുറിച്ചും PDP-യുടെ പിന്തുണയെക്കുറിച്ചും RSSൻ്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് പറയാൻ. ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി നിങ്ങൾ ഈ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം വായിക്കണം. പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത് STPI എക്സ്ട്രീം ഔട്ട്ഫിറ്റാണെന്നാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നുണ്ടപ്പോൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ. ഇന്നലെ വളരെ വിശ്വപൗരനായ ലോകം മുഴുവൻ ആദരിക്കുന്ന ശ്രീ ശശി തരൂരിനെ വഴിയിൽ തടഞ്ഞ് ആക്രോശിച്ച് അദ്ദേഹത്തിൻ്റെ ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തും നമ്മുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയാണ് സംസ്ഥാനത്തുടനീളം. അത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇവരുടെ ചില പ്രയാസങ്ങളാണ് ഈ കാണിക്കുന്നത്. അതിലൊന്നും UDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. UDF ജീവിക്കുന്നത് ജനമനസ്സിലാണ്. നല്ല അംഗീകാരത്തോടു കൂടി UDF തിരിച്ചു വരും. ഇപ്പോൾ കണ്ടല്ലോ, ഓരോരുത്തരുടെ മുഖങ്ങൾ വെളിവാവുകയല്ലേ. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDP-യുടെ പിന്തുണയെക്കുറിച്ചും PDP-യുടെ പിന്തുണയെക്കുറിച്ചും RSSൻ്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് പറയാൻ. ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി നിങ്ങൾ ഈ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം വായിക്കണം. പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത് STPI എക്സ്ട്രീം ഔട്ട്ഫിറ്റാണെന്നാണ്, തീവ്രവാദ സംഘടന എന്നാണ് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി വായിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു തരാം. പാർട്ടി കോൺഗ്രസ്സിലെ ആ ഖണ്ഡിക ഞാൻ അയച്ചു തരാം. STPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപഢ്യമോ നിൻ്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ്സാണ്? എന്തു പാർട്ടിയാണ്? അപ്പോൾ ഇവിടെ എല്ലാ തീരുമാനവും എടുക്കും. അഖിലേന്ത്യാ കമ്മിറ്റിയൊക്കെ അതിൻ്റെ താഴെയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. BJP കണ്ടില്ലേ, ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പുമാരുടെ വീട്ടിലും പോകും. എന്നിട്ട് ഇപ്പോൾ FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്, അമെൻമെൻറ്റ് ബില്ല്. വേണമെങ്കിൽ ആരാധനാലയങ്ങളും എല്ലാം ഏറ്റെടുക്കാം. സർക്കാർ ഏറ്റെടുക്കാൻ പറ്റാവുന്ന അപകടകരമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FCRI ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഇപ്പം അന്ന് കൊണ്ടുവന്നില്ല. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അതിന് തിരിച്ചടിക്കുമെന്നത് കണ്ടാണ് തൽക്കാലം മാറ്റിയത്. അത് എപ്പോഴായാലും അതും വരും, ചർച്ച് ബില്ലും വരും. അപ്പോൾ ഇവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ ഇവിടെ വന്ന് പാവങ്ങളായിട്ട് അഭിനയിച്ച് കേക്ക് കൊണ്ടേ കൊടുക്കുകയും അവിടെ നല്ല പണി ഇങ്ങോട്ട് തരികയും ചെയ്യാം. ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയാവുന്ന ബില്ലിലെ പ്രൊവിഷൻ വെച്ചിട്ടാണ് FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ BJP-യുടെയും സംഘപരിവാറിൻ്റെയും CPM-ൻ്റെയും എല്ലാം യഥാർത്ഥ മുഖം മൂടി ഈ തെരഞ്ഞെടുപ്പിൽ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അതിശക്തമായ മതേതര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന UDF-നെ മതേതര കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല.